യാത്രക്കാരുടെ നടുവൊടിക്കുന്ന ഒരു റോഡ്. ഒരു വർഷത്തിലധികമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഏമ്പേറ്റ് മുടിക്കാനം റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരം. മഴക്കാലമായാൽ റോഡും തോടും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ. നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വേറെ എവിടെയും പോകേണ്ട. ഏമ്പേറ്റ് മുടിക്കാനം അമ്മാനപ്പാറ റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്താൽ മതി. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. പഞ്ചായത്ത് ഫ്രീ ആയിട്ടാണ് ഇതുപോലൊരു ഓഫ് റോഡ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് പോയിട്ട് വരാം, വാ. ഏമ്പേറ്റ് മുടിക്കാനം റോഡിലൂടെ വെറുമൊരു 5 മിനിറ്റ് യാത്ര ചെയ്യൂ. നടുവേദന തികച്ചും സൗജന്യമായി നിങ്ങളുടെ നടുവിലേക്ക് കയറി വരുന്നതാണ്. ലോകോത്തര നിലവാരത്തിലുള്ള കുഴികളാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മുടിക്കാനം എന്ന് പേരിട്ടത് വെറുതെയല്ല. ഈ റോഡിലൂടെ പോകുമ്പോൾ വണ്ടിയിലുള്ളവർ ഇതെന്തൊരു മുടിഞ്ഞ റോഡാണ് എന്ന് സ്വാഭാവികമായും പറയും. ഇത് ഒരു വർഷത്തിലധികമായി ഇതിപ്പം റീടാറിങ് ചെയ്തതിന് ശേഷം ആയിരിക്കും ജപ്പാൻ കുടിവെള്ളം പൊട്ടുക. ജപ്പാൻ കുടിവെള്ളം പൊട്ടിയതിന് ശേഷം ഇത് നല്ല നിറച്ചും വെള്ളമായിരിക്കും. അതുപോലെ മഴക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം, ഇതിൽ ഒരു വാഹനം പോകാൻ കഴിയില്ല. ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അത് മാത്രമല്ല രോഗികളാണ്. ആശുപത്രി ഏമ്പേറ്റ് വഴി ഇഷ്ടംപോലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട്. രോഗികൾക്കും വാഹനങ്ങൾക്കും അതുപോലെ ലോഡിങ് വണ്ടി, ഇഷ്ടംപോലെ ലോഡിങ് വണ്ടി പോകുന്നുണ്ട്. അത് നിരന്തരം വാഹനങ്ങൾ ഇതിലേ പോകുന്നുണ്ട്. അതുപോലെ ഭയങ്കര പ്രയാസമാണ് ഇതുകൊണ്ട് ഒന്ന് എത്രയും പേര് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്ന് ഒരു ടാറിങ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഇത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അപേക്ഷിക്കും. ഡ്രൈവർമാരുടെ ശ്രദ്ധയും മെയ്വഴക്കവും പരിശോധിക്കാനുള്ള ഒളിമ്പിക് ട്രാക്ക് കൂടിയാണിത്. കുഴിയിൽ വീഴാതെ വണ്ടി ഓടിക്കുന്നവർക്ക് വരും വർഷങ്ങളിൽ പത്മശ്രീ പുരസ്കാരം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും അടിപൊളി റോഡും ഓഫ് റോഡ് എക്സ്പീരിയൻസും സമ്മാനിച്ച എല്ലാ അധികൃതർക്കും നമസ്കാരം. ക്യാമറമാൻ പ്രണവ് പെരുവാബയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.